നമസ്കാരം. നാഗലക്ഷ്മിയാണ്. പലരും ചോദിക്കുന്നുണ്ട്, കൈവിഷം ഏറ്റാൽ എന്താണ് ലക്ഷണം ഉണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കാമെന്ന്. ക്ഷേളമുക്തി എന്ന് പറയും കൈവിഷം എന്ന് പറയുന്നതിന്. ക്ഷേളം എന്ന് പറഞ്ഞാൽ വിഷം കഴിക്കുക, അതാണ് കൈവിഷം എന്ന് പറയുന്നത്. കൈവിഷം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഭക്ഷണം പോലെ ഉള്ളിലേക്ക് കഴിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം മാത്രമല്ല, അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിലുള്ള ചില മന്ത്രങ്ങൾ ചേർത്ത്, അത് തൊട്ട് ചില മന്ത്രങ്ങൾ ചേർത്ത് ചില മൂർത്തികളെ വെച്ച് അത് പൂർണ്ണമാക്കുമ്പോൾ മാത്രമാണ് അത് കൈവിഷമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന വസ്തുക്കൾ വെറും നിർജ്ജീവ വസ്തുക്കൾ മാത്രമാണ്. അതിന് ശക്തി വരണമെങ്കിൽ ഈ മന്ത്രങ്ങളും ഈ മൂർത്തികളെയും അതിലേക്ക് ചേർക്കുമ്പോഴാണ് അതിന് ശക്തി വരുന്നത്. ഈ ഒരു വസ്തു നമ്മൾ കഴിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലതെത്തി ആ ഒരു മന്ത്രങ്ങളും ആ ഒരു ദേവതകളാണ് നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്നത്.